നമസ്കാരം. മാസപ്പടി കേസിലെ വിധി വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് മടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയായിരുന്നു യാത്ര സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയൊക്കെ തേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഗൾഫിലാണുള്ളത്. മകനെ കാണാനാണ് യാത്ര എന്നതാണ് സൂചന. ആരെല്ലാം മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടാകുമെന്നതൊക്കെ നിർണായകമാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര. ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ്. സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കൂടെ പോകുന്നുണ്ട്. ഭർത്താവ് മുഹമ്മദ് റിയാസും മകനും ഒപ്പമുണ്ടാകും. വീണയെ ഏത് സമയത്തും ഇഡി ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യം നിലനിൽക്കെയാണ് യാത്ര. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നുണ്ട്. ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടുമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി എന്ന് മടങ്ങി വരുന്ന വിവരത്തിനും അറിവായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കും നൽകാതെയാണ് ഈ യാത്ര. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി തിരിച്ചെത്തുമെന്ന സൂചനയാണ് CPM വൃത്തങ്ങളും നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾക്ക് ചില തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര. മാസപ്പടി കേസിൽ കുഴൽനാടൻ മുഖ്യമന്ത്രിക്ക് അനുകൂലമായുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഈ ആവശ്യം തള്ളുകയാണ്. മാസപ്പടി കേസിൽ കഴമ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സസുഖം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയായിരിക്കണം ഈ യാത്ര പ്ലാൻ ചെയ്തതും. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്രയധികം ദിവസം സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ യാത്രയുടെ ചെലവുകൾ എന്തൊക്കെയാണെന്നും ആരാണ് വഹിക്കുന്നതെന്നും ഒക്കെ പുറം ലോകം അറിയേണ്ടതുണ്ട്, പൊതുജനം അറിയേണ്ടതുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാതൊരു യാത്രാ ചെലവും പൊതുജനത്തിന് മുൻപാകെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സർക്കാർ തന്നെയാണ്. പൊതുജനത്തിന് അത് അറിയാൻ അവകാശമുണ്ട്. അവന്റെ കൂടി പണം എടുത്തിട്ടാണ് ഈ ചെലവ് മുഴുവൻ കഴിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വരെ പൊതുജനം പണം കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് പൊതുജനത്തിന്റെ പണം എടുക്കേണ്ടി വരുന്നു? മുഖ്യമന്ത്രിക്ക് അത് ആയിക്കൂടെ? ഒരു സാധാരണക്കാരൻ ഒരു ചികിത്സാ സഹായം ലഭിക്കണമെങ്കിൽ എത്രയേറെ ഇവിടെ കിടന്ന് ഓടേണ്ടതുണ്ട്. നമ്മൾക്ക് ഇതൊന്നും മറച്ചു വെക്കാനാവില്ല. ഈ സമയത്താണ് മുഖ്യമന്ത്രി കുടുംബസമേതം, അദ്ദേഹത്തിന്റെ ഏതൊരു യാത്രയായിക്കോട്ടെ, അദ്ദേഹം കുടുംബസമേതം മാത്രമാണ് പോകുന്നത്. ഒരു പക്ഷെ അദ്ദേഹം ഒബാമയ്ക്ക് പഠിക്കുകയായിരിക്കും. ഒബാമയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹത്തിന്റെ കുടുംബം എപ്പോഴും അദ്ദേഹം മുൻഗണന കൊടുത്തിരുന്നു. അവരെ കൂട്ടാതെ അദ്ദേഹം ഒരു യാത്ര പോലും നടത്തി കാണില്ല. അത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. അതുകൊണ്ടാണ് ഒരിക്കൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം യാത്ര നടത്തിക്കോട്ടെ, കമലാ വിജയൻ യാത്ര ചെയ്തോട്ടെ, അവർ ജീൻസ് ഇട്ടോട്ടെ, പാൻറ് ഇട്ടോട്ടെ, എന്ത് വസ്ത്രവിധാനം വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അതിനൊന്നും പൊതുജനത്തിന്റെ പണം എടുക്കരുത്. അത് താൻ ഉൾപ്പെടുന്ന പൊതുജനം അടക്കുന്ന പണത്തിൽ നിന്നെടുത്തിട്ടാണ് ഇവർ ഈ ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇനി കൂട്ടുനിൽക്കാനാകില്ല. അത്തരത്തിലൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ യാത്രാ ചെലവുകൾ അറിയേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. അതിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ട്, ഭയം കൊണ്ട് മാറി നിന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഇത്ര അടിയന്തര പ്രാധാന്യത്തോടുകൂടി ദുബായിലേക്ക് പോകുന്നതിന്റെ ആവശ്യം എന്താണ്? പുത്രസ്നേഹം കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് പുത്രന് കുടുംബസമേതം അച്ഛനെ കാണാൻ കേരളത്തിലേക്ക് വരാൻ കഴിയുന്നില്ല? എത്രയൊക്കെ വന്നാലും ഒരച്ഛനെ കാണാൻ വേണ്ടി മക്കൾക്ക് വരാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? അദ്ദേഹം അവിടെ ചെന്ന് മകനെ കാണുക മാത്രമാണോ അതിനുള്ള ഒരു പോംവഴി? അതും സർക്കാർ ചെലവിലാണ്. ഇത് സ്വകാര്യ സന്ദർശനം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അതിൻ്റെ ചെലവ് എവിടെ നിന്നാണ് എന്നുള്ളത് വ്യക്തമാക്കണം. അതിനുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ, അദ്ദേഹത്തിന്റെ സർക്കാർ വ്യക്തമാക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി വകുപ്പുകൾ വ്യക്തമാക്കട്ടെ. ഇത് സ്വാഭാവികമായും സർക്കാരിന്റെ സൈറ്റിലൂടെ വ്യക്തമായി ലഭിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. അത് സർക്കാരിന്റെ പൊതു ചെലവുകൾ അത് ലഭിക്കില്ല. അതിനുള്ള വഴിയെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ദുബായ് സന്ദർശനം. നമുക്കറിയാം, പണ്ടൊരു ദുബായ് സന്ദർശനത്തെക്കുറിച്ച് വളരെയധികം ചർച്ച നടന്നിരുന്നു.
ആ ദുബായ് സന്ദർശനത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നത് സ്വപ്ന സുരേഷ് വരുന്നതിലൂടെയാണ്. അവർ പറഞ്ഞതിലും കഴമ്പില്ലേ? മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ നിന്ന് ബിസിനസ് ഡീലുകൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? ആ രീതിയിൽ എത്രയോ പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു അക്ഷരം പോലും നിഷേധിക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെയെല്ലാം അടിച്ചൊതുക്കാനാണ് നോക്കിയത് പല രീതിക്ക്. ഒരു തരത്തിൽ അവരെ ഇല്ലാതെയാക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അവർ ഭയത്തോടെ കഴിയുന്നത്. ഇപ്പോഴും അവർക്ക് നേരെയുള്ള അവർക്കുള്ള ഭയം ഇല്ലാതെയായി കാണുമെന്നൊന്നും വിചാരിക്കാനാവില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായും. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണക്കടത്ത്, ഖുറാനിൽ വരെ സ്വർണ്ണക്കടത്ത് നടത്തി, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിഷേധിക്കാനോ അതിനെ സ്വപ്ന സുരേഷ് പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അടിക്കടി വിദേശ യാത്രകളാണ്. ഇവിടെ ഇരുന്ന് CPM-കാർ പറയാറുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം നടത്തുന്നു, ഇത്രയധികം കോടി രൂപയാണ് ചെലവാക്കിയത്. ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ വരവും ചെലവും കണക്കും പുറത്ത് ലഭ്യമാണ്. എന്തിനധികം ദൃശ്യമാധ്യമങ്ങൾ അടക്കം പറയുന്നില്ലേ? അദ്ദേഹം അദാനി താമസിച്ച ഹോട്ടലിന്റെ ഈ ഭാഗത്തായിരുന്നു, ഇന്ന നമ്പർ മുറിയിലായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഓഫീസ് സ്ഥിതി ചെയ്തത് ഇത്ര നമ്പർ റൂമിലായിരുന്നു എന്നൊക്കെ പറയാറില്ലേ? എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാറുണ്ടല്ലോ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രയെ കുറിച്ച് കുറ്റം പറയുന്ന ഈ CPM സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന്, അതേ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ യാത്രയുടെ ചെലവുകളെ കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല. അതേ മുഖ്യമന്ത്രിക്ക് 78 ലക്ഷം രൂപ വരെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പൊതുജനത്തിന്റെ പണം എടുത്തു കൊടുത്തു. അതേ മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാർക്ക് പൊതുജനത്തിന്റെ കണ്ണട വാങ്ങാൻ വരെ, എന്തിനധികം കണ്ണട വാങ്ങാൻ വരെ പൊതുജനത്തിന്റെ പണം എടുത്തു കൊടുത്തു. ഇതൊക്കെ ഈ നാട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുമോ? അത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ കേജ്രിവാളിന് ഒരു വകുപ്പുമില്ല. അദ്ദേഹം എല്ലാ വകുപ്പുകളും മറ്റു മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കേജ്രിവാളിന് വകുപ്പുകളൊന്നുമില്ല. അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് ഭരിക്കാമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. ആഭ്യന്തരം ഉൾപ്പെടുന്ന വകുപ്പുകൾ അദ്ദേഹത്തിന്റെ പക്കലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ദിവസം പെട്ടെന്നൊരു മിന്നായം പോലെ പോയി തോന്നുമ്പോൾ തിരിച്ചു വരാൻ സാധിക്കുന്നത്? അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നെയാകണം. നന്ദി.